ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ നിന്ന് 93 റൺസിൻ്റെ വിജയം. നമീബിയക്കെതിരായിരുന്നു ഇന്ത്യയുടെ മത്സരം. ഇന്ന് 2 മാറ്റങ്ങളുമായാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. മുഹമ്മദ് സിറാജിന് പകരം ബുംറ തിരിച്ചെത്തി. അഭിഷേക് ശർമ്മയ്ക്ക് പകരം ഓപ്പണിങ്ങിൽ സഞ്ജു സാംസണും തിരിച്ചെത്തി. കിട്ടിയ അവസരം ശരിക്കും വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ കളം വിട്ടത്. ഇഷാൻ കിഷനും സഞ്ജു സാംസണുമായിരുന്നു ഇന്ത്യക്ക് ഓപ്പൺ ചെയ്തത്. 8 പന്തുകൾ നേരിട്ട് 3 സിക്സും 1 ഫോറും അടക്കം സഞ്ജു സാംസൺ നേടിയത് 22 റൺസ്. ഒറ്റ സിംഗിൾ പോലും ആ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നില്ല. 8 പന്തിൻ്റെ ആയുസ്സേ ആ ഇന്നിങ്സിന് ഉണ്ടായുള്ളൂ എങ്കിലും വെട്ടിക്കെട്ട് തുടക്കമാണ് സഞ്ജു സാംസൺ നൽകിയത്. 2-ാം ഓവറിൻ്റെ അവസാന പന്തിൽ സഞ്ജു പുറത്താകുമ്പോൾ ഇഷാൻ കിഷൻ നേടിയത് 4 പന്തിൽ 3 റൺസ് മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇഷാൻ കിഷന്റെ തേരോട്ടമായിരുന്നു. 24 പന്തുകൾ നേരിട്ട് 61 റൺസ്, 5 സിക്സുകൾ, 6 ഫോറുകൾ. 7 ഓവറിൽ 100 റൺസ് പിന്നിട്ട ഇന്ത്യ 20 ഓവറിൽ 250 കടക്കുമെന്ന് തോന്നിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ നമീബിയ ബൗളേഴ്സ് ശക്തമായ ബൗളിംഗുമായി തിരിച്ചെത്തി ഇന്ത്യയെ 209 റൺസിൽ ഒതുക്കി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ നമീബിയക്ക് നല്ലൊരു തുടക്കമായിരുന്നെങ്കിലും വരുൺ ചക്രവർത്തി ബൗൾ ചെയ്യാനെത്തിയതോടെ വിക്കറ്റുകൾ തുടരെ വീണുകൊണ്ടിരുന്നു. 2 ഓവറിൽ വെറും 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയ വരുൺ ചക്രവർത്തി തന്നെയാണ് ബൗളിങ്ങിലെ താരം. ഇന്ത്യക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യ നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. 52 റൺസ് നേടി. എന്നാൽ തിലക് വർമ്മയ്ക്ക് 25 റൺസ് എടുക്കാൻ 21 ബോളുകൾ നേരിടേണ്ടി വന്നു. റിങ്കു സിംഗിന് 1 റൺ നേടാൻ 6 പന്തുകൾ കളിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തിൽ ഇന്ത്യക്ക് വേണ്ടത്ര സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. സഞ്ജുവിൻ്റെ ആരാധകർ ആഗ്രഹിച്ച വലിയൊരു ഇന്നിങ്സ് കളിക്കാനായില്ലെങ്കിൽ പോലും ഒരു വെടിക്കെട്ട് തുടക്കം നൽകാനായതിൽ സഞ്ജു ആരാധകർ സന്തോഷിക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മ ഹെൽത്ത് ഇഷ്യൂ മൂലം ആശുപത്രിയിലായതുകൊണ്ടാണ് സഞ്ജു സാംസണിന് അവസരം ലഭിച്ചതെന്ന് പറയുന്നു. പക്ഷേ സഞ്ജു സാംസൺ ആരാധകർക്ക് ആശ്വസിക്കാം. അടുത്ത മത്സരത്തിലും സഞ്ജുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്ന ഒരു ഇന്നിങ്സാണ് ഇന്ന് കളിച്ചത്. അടുത്ത മത്സരത്തിൽ ബൗളിങ്ങിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഹർഷദീപ് സിംഗിന് പകരം മുഹമ്മദ് സിറാജ് തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. മത്സരശേഷമുള്ള വിലയിരുത്തലുകൾ അതിലേക്കാണ് സൂചന നൽകുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ഒരിക്കൽ കൂടി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Goodbye.